നമ്മൾ ഇതുപോലെയുള്ള ഒരു സ്ഥാപനത്തെ നയിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ആ തൊഴിൽ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന ആളുകളുടെ പെയിൻ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇന്നും ഞങ്ങളുടെ ഫാക്ടറിയിൽ ഈ സാലറി ഇൻക്രിമെൻ്റ് നടത്തുമ്പോൾ ആദ്യം എടുക്കുന്ന ഫയല് ഈ പറയുന്ന ടോയ്ലറ്റ് ക്ലീനേഴ്സിൻ്റെ. അപ്പോൾ നാളെ റോട്ടിലിറങ്ങി കാന ക്ലീൻ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നതിനോ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ചില മരങ്ങൾ കാണുമ്പോൾ നമ്മൾ പറയും ഇത് ഒരു പാഴ്മരമാണ്, ഒരു പ്രയോജനമില്ല എന്ന്. അത് തെറ്റായിട്ടുള്ളൊരു ചിന്താഗതി. നമുക്കതിൻ്റെ ഗുണങ്ങൾ അറിയില്ല എന്നുള്ളതാണ്. ദൈവം ഒന്നും പാഴായിട്ട് ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്നിപ്പോൾ ഈ കിഴക്കമ്പലം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ തുടങ്ങി അമേരിക്കയിൽ ഏതാണ്ട് 28,000 സ്റ്റോറുകളിൽ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് അമേരിക്കയിൽ പിറന്നു വീഴുന്ന കുട്ടികളിൽ ഒരു കുട്ടി പോലും ഈ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉടുപ്പിടാത്ത ഉണ്ടാകില്ല എന്നുള്ളത്. എത്ര മലയാളികൾക്ക്, എത്ര ഇന്ത്യക്കാർക്ക് അതിന് സാധിച്ചിട്ടുണ്ടോ? എനിക്കെല്ലാം ഒരു വ്യത്യസ്തമായിട്ട് പുതുമയോട് കൂടിയിട്ട് അവതരിപ്പിക്കുന്ന ഒരാളാണ്. അതായത് എന്നെപ്പോലെ, എൻ്റെ സ്ഥാപനങ്ങളെപ്പോലെ, എൻ്റെ പ്രവർത്തനങ്ങളെപ്പോലെ ഒരാളുണ്ടാവില്ല. ആന വലിയൊരു ജീവിയാണ്, ഉറുമ്പ് വളരെ ചെറിയൊരു ജീവിയാണ്. ആനയ്ക്ക് ആനയുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. ഇപ്പോൾ ഒരു നെൽമണി നമ്മൾ നിലത്തിട്ടിട്ട് ആനയോട് എടുക്കാൻ പറഞ്ഞാൽ ആനയ്ക്ക് എടുക്കാൻ സാധിക്കില്ല. ആന അത്രയും വലിയ ജീവിയാണ്. അതേ സമയത്ത് ഒരു ഉറുമ്പിനോട് അത് എടുക്കാൻ പറഞ്ഞാൽ വളരെ പുഷ്പം പോലെ അതെടുത്തിട്ട് പോകുന്നത്. അപ്പം അത്രയും ചെറിയ ജീവിക്ക് എടുക്കാൻ പറ്റുന്ന കാര്യം വലിയ ജീവിക്ക് എടുക്കാൻ പറ്റുന്നില്ല. നേരെ തിരിച്ച് ഒരു വലിയൊരു തടിമരം നമ്മൾ ഉറുമ്പിനോട് എടുക്കാൻ പറഞ്ഞാൽ ഉറുമ്പിന് ചെയ്യാൻ സാധിക്കും, ആനയ്ക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളെല്ലാം വ്യക്തമായിട്ടുള്ള പദ്ധതികളും പ്ലാനിങ്ങോടും കൂടിയിട്ടാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. മലയാളി സക്സസ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സക്സസ് സ്റ്റോറി സംസാരിക്കുന്നത് നമ്മളെല്ലാവർക്കും ഒരുപാട് പരിചിതമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു റോൾ മോഡലും കൂടി ആയിട്ടുള്ള സാബു ജേക്കബ് സാറാണ്. സാർ നമസ്കാരം. നമ്മൾ കിറ്റെക്സ് എന്ന് പറയുമ്പോൾ തന്നെ അത് കേരളത്തിലുള്ള ആളുകൾക്കാണെങ്കിലും മലയാളികൾക്കൊക്കെ ഒരു പ്രൗഡായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡാണ്. അപ്പം എങ്ങനെയാണ് കിറ്റെക്സിൽ, കാരണം ഫാദർ തുടങ്ങിയ ഒരു സംരംഭത്തെ അതിനെ മറ്റൊരു ജോണറിലായിരുന്നു, അതിൽ നിന്ന് കിറ്റെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഒരു ഗാർമെൻറ്റ് സെക്ഷനിലോട്ട് എത്തി, അതിൽ നിന്ന് അതിനെ വളരെ വലിയ രീതിയിൽ, വിപുലമായ രീതിയിൽ ഏറ്റവും ഐക്കോണിക്കായിട്ട് കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു കരിയറാണ് ശരിക്കും സാറിന് എടുത്ത് നോക്കുകയാണെങ്കിൽ. ഒരു ഓൺടർപ്രണർഷിപ്പിൻ്റെ എക്സ്ട്രീമിലോട്ട് കാണിക്കാം എന്നുള്ളതാണ്. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു കടന്നുവരവും അതിലോട്ടുള്ള ഒരു യാത്രയൊക്കെ? സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ നമ്മൾ MBA പഠിക്കുക, എൻജിനീയറിംഗ് പഠിക്കുക, ബിസിനസ് മാനേജ്മെൻറ്റ് പഠിക്കുക, അങ്ങനെയാണ് സാധാരണ എല്ലാ ബിസിനസ്സുകാരും ഇതുപോലെയുള്ള ഫീൽഡുകളിലേക്ക് വരുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്നെ ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം എന്നുള്ളൊരു ട്രെയിനിങ്ങാണ് ഫാദർ നൽകിയത്. എൻ്റെ ആദ്യത്തെ ജോബ് എന്ന് പറയുന്നത് 13 വയസ്സിലാണ്. ഇപ്പോൾ 13 വയസ്സിൽ എന്നെ അന്ന അലുമിനിയം കമ്പനിയിലെ ജോലിക്കാരുപയോഗിക്കുന്ന ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക, അതായിരുന്നു എൻ്റെ ആദ്യത്തെ ജോലി. അപ്പോൾ ഒരു ബിസിനസ്സുകാരന്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാകേണ്ട ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു എഡ്യൂക്കേഷൻ അതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കുമ്പോഴാണ് അന്ന് എനിക്കതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലായില്ല എന്നുള്ളതാണ്. അന്ന് വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ആ തൊഴിൽ ചെയ്തത്. പക്ഷേ ഇന്ന് അതിൻ്റെ പ്രാധാന്യവും, ഇന്ന് ഞാൻ ഈ എത്തിയതിൻ്റെയും കാരണം അത് തന്നെയാണ്. നമ്മൾ ഇതുപോലെയുള്ള ഒരു സ്ഥാപനത്തെ നയിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ആ തൊഴിൽ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന ആളുകളുടെ പെയിൻ എന്താണെന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ഫാദർ കണ്ടതും. ആദ്യമേ തന്നെ ഈ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഏറ്റവും മോശമായത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, പക്ഷേ ഏറ്റവും താഴ്ന്ന രീതിയിലുള്ള ഒരു തൊഴിലാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ തുടക്കം കുറിച്ചത്. ഞാൻ ഏതാണ്ട് 1 വർഷത്തോളം അവിടെ ആ ടോയ്ലറ്റ് ക്ലീനിങ് നടത്തി. അതിനുശേഷം ഫ്ലോർ ക്ലീനിങ്ങിലേക്ക് മാറ്റി. ഇത്രയും കൂടെ പ്രൊമോഷൻ കിട്ടി.
പ്രൊമോഷൻ ശരിയായിരിക്കാം, പക്ഷേ ഞാൻ അങ്ങനെ വിചാരിച്ചാണ് രണ്ടാമത്തെ തൊഴിൽ ഏറ്റെടുത്തത്. പക്ഷേ അത് എടുത്ത പിറ്റേ ദിവസം തന്നെ ഞാൻ ആവശ്യപ്പെട്ടത് ഞാൻ തിരികെ ടോയ്ലറ്റ് ക്ലീനിങ്ങിൽ പോയിക്കോളാം എന്നാണ്. കാരണം ടോയ്ലറ്റ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അകത്തേക്ക് കയറുന്നു, വാതിലടയ്ക്കുന്നു, മൂക്ക് പൊത്തി ക്ലീൻ ചെയ്യുന്നു, ആരും കാണുന്നില്ല. പക്ഷേ ഒരു ഫ്ലോർ സ്വീപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ നടന്ന് ഇത് ക്ലീൻ ചെയ്യാം. നമ്മൾ ഇന്നത്തെ മാതിരിയുള്ള വാക്വം ക്ലീനറൊന്നും വെച്ചല്ലോ, ചൂല് വെച്ചല്ലേ അടിക്കുന്നത്. അതെ. അപ്പോൾ അതെല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് കഷ്ടം, ഈ കൊച്ചിൻ്റെ കാര്യം ദയനീയം എന്നൊക്കെ അന്ന് വിചാരിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇന്ന് കിറ്റക്സിൻ്റെ MD ആയിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സാബു എം ജേക്കബിനെ സാബു എം ജേക്കബ് ആക്കിയത് ആ ഒരു ട്രെയിനിങ്ങാണ്. അപ്പോൾ നമ്മൾ മനസ്സിലോർത്തിട്ടുണ്ട് ഒരച്ഛനിങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ ശരിയായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ പല ആളുകളും ഇപ്പോൾ ഇവിടെ ഞാൻ 10,000-കണക്കിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻജിനീയേഴ്സിന്, MBA-ക്കാർ, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഈവൻ ഇപ്പോൾ അമേരിക്കയിൽ പോലും ഞങ്ങൾ ഏതാണ്ട് മാസം 25-40 ലക്ഷം രൂപ വരെ മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ അപ്പോയിൻ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവരുടെ ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷനേക്കാൾ കൂടുതൽ അവരുടെ പ്രായോഗിക ജീവിതത്തിൽ അവരെത്രത്തോളം സക്സസ്ഫുൾ ആണെന്നാണ് നോക്കുന്നത്. അങ്ങനെ ഒരു ട്രെയിനിങ്, ഒരു ബേസ് എനിക്കുണ്ടായത് കൊണ്ടാണ് ഇന്ന് ഇത്രയും സക്സസ് ആയിട്ട് ബിസിനസ് കൊണ്ടുവരാൻ പറ്റിയത്. ഞാനിപ്പോൾ പലരും വിചാരിച്ചിരിക്കുന്നത് എൻ്റെ വലിയ അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ പോയി പഠിച്ചിരിക്കുന്ന ആളാണെന്നുള്ള. ഞാൻ BA എക്കണോമിക്സുകാരനാണ്. അപ്പോൾ അത്രയും ചെറിയ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഇത്രയും വലിയൊരു പ്രസ്ഥാനം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ പലരും ഇന്ന് ബിസിനസ്സിൽ ഫെയിലിയർ ആവുന്നത് എനിക്ക് ഒരുപാട് പേരെ അറിയാം. അവർ ലണ്ടനിലും അമേരിക്കയിലും കാനഡയിലൊക്കെ പോയിട്ട് ബിസിനസ് മാനേജ്മെൻറ്റൊക്കെ പഠിച്ചു വന്നിട്ട് ആ പഠിച്ചത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കും, അവർ ഫെയിലിയർ ആവും. കാരണം പ്രായോഗിക ജീവിതത്തിൽ, പ്രായോഗിക ബിസിനസ്സിൽ നമ്മൾ ഈ ബുക്കിൽ പഠിക്കുന്ന കാര്യങ്ങളല്ല, നമ്മൾ ആ ബിസിനസ്സിനെ പറ്റി പഠിക്കണം, അതിൽ തൊഴിൽ ചെയ്യുന്ന ആളുകളെ പറ്റി പഠിക്കണം, ആ തൊഴിലിനെ പറ്റിയാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ എത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ, ഇനി എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഈ സ്ഥാപനത്തിൽ വന്നാലും ഞങ്ങൾ സീറോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അവരെ സംബന്ധിച്ച് പുതിയൊരു കൾച്ചർ, പുതിയൊരു ബിസിനസ്, പുതിയൊരു ജോലിയത്. അപ്പോൾ അവർ ഇവിടെ തന്നെ പഠിച്ച് ഈ കൾച്ചറിനോട് ചേർന്ന് ഈ സ്ഥാപനത്തിൻ്റെ കൾച്ചറുമായിട്ട് പോയാൽ മാത്രമാണ് ഈ ബിസിനസ്സിൽ അവർ സക്സസ് ആവുള്ളൂ. പ്രധാനമായിട്ടും ഞാൻ ഈ ബിസിനസ്സിൽ വിജയിക്കാനായിട്ടുണ്ടായ കാരണം അത് തന്നെയാണ്. അങ്ങനെ അവിടെ നിന്ന് ഫ്ലോർ സ്വീപ്പിങ്ങിൽ നിന്ന് ഫാക്ടറി മെക്കാനിക്കായി, വീവിങ് അതിൽ ഒരു വീവറായിട്ട് വർക്ക് ചെയ്തു, സൂപ്പർവൈസറായി, ഷിഫ്റ്റ് ഇൻചാർജായി, അവിടുത്തെ വീവിങ് മാസ്റ്ററായി, ഡയറക്ടറായി, എക്സിക്യൂട്ടീവ് ഡയറക്ടറായി. അങ്ങനെ അനേക വർഷങ്ങൾ ഈ ഫാക്ടറിയും ആ മിഷനറികളും ആളുകളും ഒക്കെ ആയിട്ട് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുമായിട്ട് നമ്മൾ ജോലി ചെയ്ത് അതിൻ്റെ ഓരോ ജോലിയുടെയും ബുദ്ധിമുട്ടും അതിൻ്റെ മഹത്വവും എല്ലാം മനസ്സിലാക്കിയ നമുക്ക് ഈ ഒരു പൊസിഷനിലേക്ക് ഞാൻ കയറിയിരുന്നത്. അപ്പോൾ ഇന്നും ഞങ്ങളുടെ ഫാക്ടറിയിൽ ഈ സാലറി ഇൻക്രിമെൻ്റ് നടത്തുമ്പോൾ ആദ്യം എടുക്കുന്ന ഫയല് ഈ പറയുന്ന ടോയ്ലറ്റ് ക്ലീനേഴ്സിൻ്റെയാണ്. അപ്പോൾ ഏറ്റവും താഴേക്കിടയിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങുന്നത്. ഇന്നിപ്പോൾ ഈ ഫാക്ടറിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിനെ പോലെയുള്ള സൗകര്യങ്ങളാണ് അവരുടെ താമസ സൗകര്യത്തായാലും, പ്രത്യേകിച്ച് ടോയ്ലറ്റുകളൊക്കെ അത്ര നീറ്റായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എൻ്റെ തൊഴിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ അല്ലെങ്കിൽ തൊഴിലാളികൾ അനുഭവിക്കുന്ന അവരുടെ പെയിൻ എന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അതിനെ പരിഹരിച്ചുകൊണ്ട്, കാരണം അതാണ് ഏതൊരു വ്യവസായത്തിൻ്റെ സക്സസ്. ഇപ്പം കിറ്റക്സിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫാദറായിട്ടുള്ള ജേക്കബ് സാറിനെ കുറിച്ചിട്ട് തന്നെ തുടങ്ങണം. അതിൽ നിന്ന് എപ്പോഴെങ്കിലും സാറിന് തോന്നിയിട്ടുണ്ടോ? കാരണം കിറ്റക്സിൻ്റെ ഫ്യൂച്ചർ ചിന്തിക്കുന്ന അതുപോലെ തന്നെ മകനായിട്ടുള്ള സാബു സാറിലൂടെ കിറ്റക്സ് എന്നുള്ളൊരു സ്വപ്നം അദ്ദേഹം കണ്ടിരുന്നു. മേ ബി അതുകൊണ്ടും കൂടി ആയിരിക്കാം ഏറ്റവും താഴേക്കിടയിൽ നിന്ന് തന്നെ പഠിപ്പിച്ച് വളർത്തിയെടുത്തു എന്നുള്ളത്. ശരിക്കും അതിലേറ്റവും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം മക്കളെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണല്ലോ. കാരണം നമ്മൾ അവിടുത്തെ ഏറ്റവും ചെറിയൊരു തൊഴിൽ ചെയ്യണം എന്നുള്ളൊരു കൺവിൻസിങ്, എങ്ങനെയായിരുന്നു ആ കൺവിൻസിങ്ങും ആ ഒരു പോയിന്റ്? അതിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ആയിട്ട് 13 വയസ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം
ഇന്നത്തെ 13 വയസ്സുകാരൻ്റെ ഒരു അറിവും ആ ഒരു നിലയല്ല അന്നുള്ളത്. ഇന്നത്തെ 13 വയസ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 35-40 വയസ്സുള്ള ആളുകളുടെ അറിവും അവർ യൂട്യൂബ് ഉപയോഗിക്കുന്നു, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. പക്ഷെ അന്ന് അങ്ങനെയല്ല. ഈ നാടൻ പ്രദേശത്ത് നമ്മൾ വളർന്ന് നമുക്ക് ലോകം എന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ അങ്ങനെയൊരു പ്രായത്തിൽ നമ്മളിതിൽ കൊണ്ടുവന്നിടുന്നു, നമ്മളത് റെസിസ്റ്റ് ചെയ്യുന്നു, നമുക്കത് പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ചില ഓഫറുകൾ തരികയാണ്. നമുക്ക് ആ ഓഫറുകളിൽ വഴങ്ങി നമ്മൾ അവിടെ ചെയ്യാൻ ചെല്ലുമ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ അകത്തേക്ക് കയറിയും പുറത്തേക്ക് ഇറങ്ങിയും ഒരു നിമിഷത്തിനാണ് നടന്നു. കാരണം അത്രമാത്രം ഇന്നത്തെ മാതിരിയുള്ള ടോയ്ലറ്റ് അല്ല, എല്ലാം നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റ്, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വാതിലുകളെല്ലാം ദ്രവിച്ച് അങ്ങനെ ഇരിക്കുന്ന ടോയ്ലറ്റുകളാണ്. അപ്പോൾ അതിറങ്ങി ഈ ജോലി എനിക്കൊന്നും വേണ്ട എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഒരു മിനിറ്റ് നിൽക്കാൻ പറഞ്ഞു, വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു. ആ ചൂലും ഇതും മേടിച്ചിട്ട് അത് കഴുകാൻ തുടങ്ങി എന്നുള്ളതാണ്. ഞാൻ വെള്ളം ഒഴിക്കുന്നു, എൻ്റെ ഫാദർ അത് കഴുകുന്നു. അങ്ങനെ 1-2 ദിവസം എന്നെക്കൊണ്ട് അത് കാണിച്ച് എന്നെക്കൊണ്ട് അങ്ങനെ കൺവിൻസ് ചെയ്യിച്ചെന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഫോഴ്സ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഞങ്ങളെ അടിച്ച് വേദനിപ്പിച്ച് അങ്ങനെ ഒരു സംഗതി ഇല്ലായിരുന്നു. അതാണ് ഞങ്ങളുടെ ഓരോ ട്രെയിനിങ് സമയത്തും. ഇപ്പം ഞാൻ അവിടെ നിന്ന് ഫ്ലോർ ക്ലീനിങ്ങിലേക്ക് വന്നപ്പോഴും അത് തന്നെയായിരുന്നു സംഭവിച്ചത്. ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചങ്ങോട്ട് പോകാം, അപ്പോഴും ഇത് എൻ്റെ കൂടെ വന്നു, ചൂലെടുത്ത് അടിച്ചു, ഫ്ലോർ അടിച്ച് കാണിച്ചു. അങ്ങനെ എൻ്റെ കൂടെ നിന്ന് ആ ജോലി ചെയ്തു. അങ്ങനെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് തരികയാണ് ചെയ്യുന്നത്. അതാണല്ലോ ഏത് പ്രസ്ഥാനത്തിലായിക്കോട്ടെ, ഏതൊരു കുടുംബത്തിലായിക്കോട്ടെ, അച്ഛനമ്മമാർ കുട്ടികളെ അവരെ നല്ല രീതിയിൽ വളർത്തി അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ അച്ഛനും ചെയ്തത്. ഇതിലിപ്പം 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ജോലി ചെയ്തു വന്നു, ഇപ്പം നമ്മൾ ജോലി ചെയ്യിപ്പിക്കുന്നു. ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വർക്ക് ഇതിൽ ഏതാണ്? ജോലി ചെയ്യുന്നതാണോ, ജോലി ചെയ്യിപ്പിക്കുന്നതാണോ? 2 പൊസിഷനിൽ ഇതിനകത്ത് ഇന്നൊക്കെ പല ആളുകളും വൈറ്റ് കോളർ ജോബാണ്. നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഒരു MBA പഠിച്ചിറങ്ങുന്ന പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടത്. നമ്മളൊക്കെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ ബുക്കിഷായിട്ട് ബുക്കിലുള്ളത് മാത്രം എഴുതി വായിച്ച് കേട്ടും പഠിക്കുന്ന ആളുകളാണ്. തിയറി എന്ന് പറഞ്ഞിട്ടൊരു ജീവിതത്തിൽ ഒരിക്കലും അവരത് അനുഭവത്തിൽ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമാണത്. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ വലിയ ഈ ബുക്കിൽ വായിച്ചറിഞ്ഞതനുസരിച്ച് വലിയ പ്രതീക്ഷകളോടെയാണ് ഓരോ തൊഴിൽ സ്ഥാപനത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഈ നിഫ്റ്റിൽ പഠിക്കുന്ന ആളുകൾ ഒരുപാട് പേര് ഇൻ്റർവ്യൂവിന് വരും. അവരെ പഠിപ്പിക്കുമ്പോൾ തന്നെ അവർ ആ സ്കൂൾ വിട്ടിട്ട്, ആ കോളേജ് വിട്ടിട്ട്, ക്യാമ്പസ് വിട്ടിട്ട് വേറൊരു ഫാക്ടറിയോ ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റോ കണ്ടിട്ടില്ല. അപ്പോൾ അവരെ അവിടെ പഠിപ്പിക്കുന്നത് തന്നെ വലിയ ഒരു ആംബിഷൻ, വലിയൊരു ലോകത്തെ പറ്റിയാണ്. അപ്പോൾ അതിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ആളുകൾ 1 ലക്ഷം രൂപ ശമ്പളം ചോദിച്ചുകൊണ്ടാണ് ഓരോ സ്ഥാപനത്തിൽ അപേക്ഷിക്കുന്നത്. 1 ലക്ഷം രൂപ പോയിട്ട് 10,000 രൂപയ്ക്ക് ആളുകൾ കിട്ടും. അപ്പോൾ പിന്നെ എന്തിനാ 1 ലക്ഷം രൂപ കൊടുക്കുന്നത്? ആരും കൊടുക്കില്ല. അങ്ങനെ തൊഴിലില്ലാതെ അലയുകയാണ് ഇവർ പലരും. അപ്പോൾ അതൊക്കെ നമ്മുടെ തെറ്റായ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒരു പ്രശ്നമാണത്. ഇന്നിപ്പോൾ നമ്മൾ അമേരിക്കയിലോ UK ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസം 10%, 90% പ്രായോഗിക വിദ്യാഭ്യാസമാണത്. ഇവിടെ 100% സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം. അതായത് ആ ഒരു മുറിക്കകത്തിരുന്ന് പഠിക്കുന്ന ഒരു സാഹചര്യമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എനിക്ക് ഇന്നും ഏത് തൊഴിൽ ചെയ്യുന്നതിനും, ഇപ്പോൾ നാളെ റോട്ടിലിറങ്ങി കാന ക്ലീൻ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നതിനോ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഓരോ തൊഴിലിനും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒട്ടനവധി ആളുകൾ മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ വൈകുന്നേരമാകുമ്പോൾ അവർ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ടൈയൊക്കെ കെട്ടി വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെന്തോ വലിയ ജോലിക്കാരാണെന്നുള്ളത്. പക്ഷെ പിറ്റേ ദിവസം അവർ ഫീൽഡിൽ കാണുമ്പോൾ മുനിസിപ്പാലിറ്റിയുടെ വണ്ടിയിൽ കയറി വരുന്നതാണ്. അപ്പോൾ അവരുടെ യൂണിഫോമൊക്കെ ഇട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്ക് അതുകൊണ്ട് അങ്ങനെ ഒരാളെ സുഹൃത്താക്കുന്നതിനോ അല്ലെങ്കിൽ അതിനൊന്നും ഒരു കുറഞ്ഞ ജോലിയായിട്ട് അതിനെ കാണുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഓരോ ജോലിക്കും ഓരോ ലെവലാണത്. അപ്പോൾ ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്നവർ മോശക്കാരായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഏത് തൊഴിലായാലും എൻ്റെ മക്കളെയും ഞാൻ അതുപോലെ തന്നെയാണ് വളർത്തുന്നത്. ഏത് തൊഴിലും അതിനൊരു മഹത്വമുണ്ട്, അവരും അതുപോലെ ആകണം. എൻ്റെ അച്ഛൻ എങ്ങനെ എന്നെ വളർത്തിയോ അതേ രീതിയിൽ തന്നെയാണ് ഞാൻ അടുത്ത തലമുറയും വളർത്തുന്നത്.
അത് ഇത്തിരി കൂടെ റിസ്ക്കും കൂടിയല്ലേ? കാരണം അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അന്നത്തെ 13 വയസ്സുകാരനല്ല ഇന്നത്തെ 13 വയസ്സുകാരൻ എന്നുള്ളപ്പം. അത് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അതാണല്ലോ നമ്മളുടെ ഓരോരുത്തരുടെയും കഴിവ്. നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികൾ അതിനനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട്, ടെക്നോളജി അനുസരിച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ അവരെ എങ്ങനെ ട്യൂൺ ചെയ്യണം, അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മളവരെ മാറ്റിയെടുത്തേ പറ്റൂ. അതെ. ഇനിയിപ്പോൾ നമ്മൾ വിദ്യാഭ്യാസത്തിലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല കുട്ടികൾക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങളാണ്. അവർ ഈ പറയുന്നത് പോലെ ഏറ്റവും കൂടുതൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കിട്ടുന്ന, അല്ലെങ്കിൽ എമൗണ്ട് നമുക്ക് ഫിനാൻഷ്യലി നല്ല രീതിയിൽ സെറ്റിൽ ആവാൻ പറ്റുന്ന, അതല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫെയിം കിട്ടുന്ന അത്തരം സെലക്ഷനിലോട്ട് മാറി തുടങ്ങി. കൂടുതൽ ആളുകൾക്കും ഈ സെലിബ്രിറ്റീസ് ആവാൻ താല്പര്യമുണ്ട്. അതല്ലെങ്കിൽ മൈഗ്രേഷൻ പോലെ പുറം രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞ് ഇത്രയും കൂടെ സ്റ്റാൻഡേർഡ് ആണ്, മറ്റുള്ളവർ വിചാരിക്കുന്ന കാണുന്ന സമയത്ത് നമ്മളോട് റെസ്പെക്റ്റ് ഉണ്ട്, അങ്ങനെയുള്ള പല പല രീതിയിലോട്ട് മാറി തുടങ്ങി. ഇനിയിപ്പോൾ ഓണ്ടർപ്രണർഷിപ്പിൻ്റെ കാര്യം അതിലെടുക്കുകയാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് നല്ല താല്പര്യമുണ്ട് നല്ല രീതിയിലുള്ള പ്രോഡക്ട്സുകൾ അല്ലെങ്കിൽ ഒരു യുണീക്കായിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരാനൊക്കെ ആയിട്ട്. അപ്പം അങ്ങനത്തെ കുട്ടികളുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു നമ്മളുടെ ഒരു എയിം അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് ജോലിയായിരിക്കാം, നല്ലൊരു ഇൻട്രാപ്രണർ ആവണം, അതല്ലെങ്കിൽ നല്ലൊരു ഓണ്ടർപ്രണർ ആവണം, അത്തരത്തിലൊക്കെ ആഗ്രഹങ്ങളായിരിക്കാം. അപ്പം അതിലൊക്കെ നമ്മൾ ഒരു ചെയ്ത് വെക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മുടെ ഒരു ആഗ്രഹത്തിനെ പിടിച്ചു നിർത്തി അതിൽ എത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. നമ്മളുടെ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആളുകൾ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി അല്ല നോക്കുന്നത്. എത്രത്തോളം ഫീസ് കൂടുന്നോ അത്രത്തോളം ക്വാളിറ്റി കൂടി എന്നുള്ള ഒരു ധാരണയാണ് എല്ലാവർക്കും. ഇപ്പോൾ നമ്മുടെ പല ആളുകളും പഠിക്കുന്നത് തന്നെ ഒരു ബ്രാൻഡിങ്ങാണ്. അതെ. ഞാൻ MBA പഠിച്ചു, അത് UK പഠിച്ചു, അല്ലെങ്കിൽ ഞാൻ ഫാഷൻ ടെക്നോളജി പഠിച്ചു. അപ്പോൾ അതൊരു ബ്രാൻഡിങ് മാത്രമായിട്ടാണത്. അല്ലാതെ ജീവിതത്തിൽ അത് ഉപയോഗിക്കണമെന്ന് വിചാരിച്ച് പഠിക്കുന്നവർ വളരെ കുറവാണത്. അപ്പോൾ ഇവിടെ ഒക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അവരുടെ പേരൻസാണ്. നമ്മൾ ഇന്നത്തെ സ്കൂളുകളെ അല്ലെങ്കിൽ ഇന്നത്തെ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരിക്കലും അവരെ വളർത്തിയാൽ അവരൊരിക്കലും രക്ഷപ്പെടില്ല. എത്ര നല്ല ആയിക്കോട്ടെ. ഇപ്പോൾ എൻ്റെ മക്കൾ പഠിക്കുന്നത് ചോയ്സിലാണ്. ഇന്ന് എറണാകുളത്ത് കിട്ടാവുന്ന, കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസമാണത്. പക്ഷേ അത് ബുക്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ അവർ സക്സസ്ഫുൾ ആവണമെങ്കിൽ അവരെ ജീവിതം എന്താണെന്ന് പഠിപ്പിക്കേണ്ടത് അവരുടെ പേരൻസാണ്. അവരാണ് അവരെ തിരുത്തേണ്ടതും അവരെ വളർത്തേണ്ടതും നല്ല മാതൃക കാണിച്ചു കൊടുക്കേണ്ടതും. അതിപ്പോൾ എല്ലാ ആളുകളുടെയും വിചാരം നമ്മൾ നല്ല കോളേജിൽ അയച്ച് അല്ലെങ്കിൽ നല്ല സ്കൂളിൽ അയച്ച് വലിയൊരു എമൗണ്ട് കടമെടുത്തും പണയം വെച്ചുമൊക്കെ നമ്മൾ കൊടുത്ത് അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി തീർന്നു എന്ന് വിചാരിക്കുന്ന ആളുകളാണ് പല പേരൻസും. അതായത് 50, 60, 75 ലക്ഷം മുടക്കി കുട്ടികളെ പഠിപ്പിച്ച് ഫെയിലിയറായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, മക്കളെയും കൂട്ടിയിട്ട് അവരെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റീസൺ ഇതാ, അവരെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ അച്ഛനമ്മമാർ പഠിപ്പിച്ചില്ല എന്നുള്ളതാണ്. അവരാ സമയത്ത് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ചില്ല. കുട്ടികൾ നല്ല സ്കൂളിലാണ് പഠിക്കുന്നത്, എല്ലാം അവിടെ നിന്ന് പഠിച്ചുകൊള്ളും എന്ന് വിചാരിച്ച് അവരതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിന്നു. എന്നാൽ ഒരുപാട് മാതാപിതാക്കൾക്ക് ആ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ 99% നമ്മുടെ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് കുട്ടികളെ വളർത്തുക. അവിടെയാണ് അത് ഫെയിലിയറായി പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാരൻസിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പണ്ട് നമ്മൾ പറയുമായിരുന്നു ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക എന്ന് പറയുമ്പം അത് മാതൃകയായിരിക്കണം. കാരണം അവരും നല്ല രീതിയിൽ ആയിരിക്കണം, അവരുടെ ബിഹേവിയർ വളരെ നല്ലതായിരിക്കണം, കാരണം അത് കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കുന്നതെന്ന്. സ്വാഭാവികമായിട്ടും പാരൻസും അത്തരം ഉത്തരവാദിത്തത്തിലോട്ട് വന്നു. അവർക്കും വളരെ നല്ലൊരു കുട്ടിയായേ പറ്റുള്ളൂ. വീട്ടിലാണെങ്കിലും കുട്ടികൾ എപ്പോഴൊക്കെ കാണുന്നു അതിനനുസരിച്ച് അവർ നന്നായേ പറ്റുള്ളൂ. അപ്പം ഇതിൽ കുട്ടികളെ നോക്കണമെന്നുള്ള റെസ്പോൺസിബിലിറ്റി, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസാണ് ഒരു കുട്ടിയെ വളർത്തുമ്പം ശ്രദ്ധിക്കേണ്ടത്? അത് എന്ന് മുതൽ തുടങ്ങണം? ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറയാനായിട്ടേ, വലിയൊരു കോളേജ് കേരളത്തിൽ, ഞാൻ ആ കോളേജിൻ്റെ പേര് പറഞ്ഞ് അവരെ മോശമാക്കുന്നത് ശരിയല്ല. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോളേജിലെ HOD ഒരു കാര്യത്തിന് എന്നെ കാണാൻ വരിക. അദ്ദേഹം എന്നെ കാണാൻ വന്നു. ആ കോളേജിലെ ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ വളരെ ഒരു മുഷിഞ്ഞ ഡ്രസ്സ്, അയൺ ചെയ്തിട്ടില്ല, വാഷ് ചെയ്തിട്ടില്ല. അത്
അതിൻ്റെ വേ ഓഫ് ഡ്രസ്സിങ് നമുക്ക് വളരെ നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ തോന്നുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. ഞാൻ 5 മിനിറ്റിൽ കൂടുതൽ അദ്ദേഹമായിട്ട് സംസാരിച്ചില്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയത്, ഈ HOD തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഒന്ന് വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്ത് അത് തന്നെ ഒരു മോഡലാവേണ്ടവരാണത്. അപ്പോൾ ഇന്ന് നമ്മുടെ കോളേജുകളിലൊക്കെ ഉള്ള പ്രശ്നം ഇത് തന്നെയാണ്. നമ്മൾ ഈ കുട്ടികൾ എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾ അവരുടെ മനസ്സിൽ വീട് വിട്ട് കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് സ്കൂളുകളിലേക്കാണ്. സ്കൂളുകളിലെ ടീച്ചർ, എൻ്റെ മകള് ആദ്യം പഠിക്കുന്ന സമയത്ത് അവൾക്ക് ടീച്ചറാകണം എന്നായിരുന്നു മോഹം. കാരണം അവളുടെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തിൽ പുറത്ത് കാണുന്ന ഒരു റോൾ മോഡൽ അവരാണത്. അതെ, ആ റോൾ മോഡൽ ഇതേ രീതിയിലായി എന്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇന്ന് പല സ്കൂളുകളിലും ടീച്ചർമാരായിക്കോട്ടെ, പ്രൊഫസർമാരായിക്കോട്ടെ, ഏത് കോളേജുകളിലായിക്കോട്ടെ, അവരുടെ നിലവാരം, അതായത് അവർ കൊടുക്കുന്ന ഒരു മെസ്സേജ് വളരെ മോശമാണത്. അപ്പോൾ അവിടെ ടോട്ടലി നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന മെസ്സേജ് ഒരു റോങ് മെസ്സേജാണ്, നെഗറ്റീവ് മെസ്സേജാണത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏത് സ്കൂളിലാണെങ്കിലും, അതിപ്പോൾ എത്ര പ്രസിദ്ധമായിട്ടുള്ള സ്കൂളുകളിലായാലും കോളേജുകളിലായാലും, നമ്മൾ വിചാരിക്കരുത് അവർ കൊടുക്കുന്ന ആ ഒരു സന്ദേശം കറക്റ്റാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മൾ ഈ പേരൻസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണതൊക്കെ. ആ ടീച്ചേഴ്സ് അവരുടെ ഡ്രസ്സിങ് ആയിക്കോട്ടെ, അവരുടെ സംസാര രീതി ആയിക്കോട്ടെ, അവരേത് തരത്തിൽപ്പെടുന്ന ആളുകളാണ്, ഇത് ഒരു ക്വാളിറ്റി ഉള്ള ആളുകളാണോ, എൻ്റെ കുട്ടികൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്നുള്ള കാര്യം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 90% വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആ ഒരു ഫൈൻ ട്യൂണിങ് പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഈ സ്ഥാപനം നടത്തുമ്പോൾ എൻ്റെ ഇവിടെയുള്ള ഓരോ സ്റ്റാഫും അവർ ഈ കമ്പനിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതെ, നാളെ എൻ്റെ ഒരു സ്റ്റാഫ് ഒരു മാളിലായിക്കോട്ടെ, വേറൊരു പബ്ലിക് പ്ലേസിലായിക്കോട്ടെ, കിറ്റക്സിലാണെന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി കാണുമ്പോൾ കിറ്റക്സ് അത് ഒരു ബ്രാൻഡിങ് ആണത്, അതൊരു കൾച്ചറാണത്. ഇപ്പോൾ സ്കൂളും കോളേജും ഒക്കെ എന്ന് പറയുമ്പോൾ അവരുടെ കൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അവിടെ ഫെയിൽ ആകുമ്പോഴാണ് നമ്മൾ കുട്ടികളെ പേരൻസ് മോണിറ്റർ ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അവരുടെ ഏത് പ്രായത്തിലാണ് എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും പലരും പേരൻസ് വിചാരിക്കും ഇപ്പോൾ 1 മാസം പ്രായമുള്ളൂ അല്ലെങ്കിൽ 2 മാസം പ്രായമുള്ളൂ, അതിനൊന്നും മനസ്സിലാവില്ല എന്ന് വിചാരിക്കും. ഈ കുട്ടികൾ പിറന്നു വീഴുന്ന അന്ന് മുതൽ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ആരാണോ അടുത്തുള്ളത് അവരുടെ ഓരോ മൂമെൻറ്റ്സും അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതെ. അപ്പോൾ നമ്മൾ അന്ന് വരെയുള്ള രീതിയല്ല, നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട് അന്ന് മുതൽ ആ കുട്ടിയെ ട്യൂൺ ചെയ്യേണ്ടതായിട്ടുണ്ടത്. അപ്പോൾ നമ്മുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും നമ്മുടെ ഡ്രസ്സിങ്ങിലും എല്ലാ കാര്യത്തിലും നമ്മൾ ആ മാറ്റം ഉൾക്കൊള്ളണം. നമ്മളാദ്യം മാറി നല്ലൊരു മാതൃകയാവണം എന്നുള്ളത്. ഇനി ഓൺടർപ്രണർഷിപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, സാർ ഇപ്പം നമ്മൾ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെ ഒരു ക്ലീനിങ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഈ ഒരു സക്സസ്സിലൂടെ നിൽക്കുന്നു എന്നുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2020 അത് 2020 പഞ്ചായത്ത് അല്ലെങ്കിൽ 2020 കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ആളുകൾക്ക് വളരെ അധികം, എനിക്ക് തോന്നുന്നില്ല ഇത്രയധികം ആളുകൾക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട് അത്തരത്തിലൊരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു സിസ്റ്റം എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തുകൂടാ എന്നൊരു ക്വസ്റ്റ്യനിങ്ങിലോട്ട് വരെ എത്തിയൊരു കാര്യമായിരുന്നു. എങ്ങനെയാണ് അതിലോട്ട് അത്തരം ഒരു കോൺസെപ്റ്റ്? കാരണം ജനങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ജീവിക്കാം, വളരെ സിമ്പിളായിട്ട് ജീവിക്കാം, അധികം എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ, അല്ലെങ്കിൽ മാതൃകാപരമായ രീതിയിലുള്ള ഒരു സിസ്റ്റം എങ്ങനെ ജനറേറ്റ് ചെയ്തു എന്നുള്ളത്. ഇവിടെ എൻ്റെ പിതാവ്, എല്ലാവരും ബിസിനസ് തുടങ്ങുന്നത് പണമുണ്ടാക്കാനാണ്, ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏതെങ്കിലും ബിസിനസ്സുകാരൻ പറയുകയാണ് ഞാൻ ബിസിനസ് നടത്തുന്നത് പണമുണ്ടാക്കാനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പക്ഷേ എൻ്റെ പിതാവ് ബിസിനസ് തുടങ്ങിയത് ലാഭമുണ്ടാക്കാനോ പണമുണ്ടാക്കാനോ അല്ല, 10 പേർക്ക് തൊഴിൽ കൊടുക്കണം, സ്ഥിരമായ തൊഴിൽ കൊടുക്കണം എന്നുള്ള ഒരു ആശയത്തിലാണ്. അങ്ങനെ 10 പേർക്ക് തൊഴിൽ കൊടുത്തു. ഇന്നിപ്പോൾ 15,000 പേര് തൊഴിലെടുക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ഉയർന്നു. അപ്പോൾ ഈ 10 പേരിൽ നിന്ന് 15,000 ആളുകളിലേക്ക് വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആശയം മാറിയില്ല എന്നുള്ളതാണത്.
ഇന്നിപ്പോൾ പല ആളുകളും വളരെ ഈസി ആയിട്ട് നടത്താവുന്ന ഒട്ടനവധി ബിസിനസ്സുകളുണ്ട്. IT അങ്ങനെയുള്ള ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ആളുകൾ കുറവ് മതി, പണം കൂടുതലുണ്ടാക്കാം, ലാഭം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണത്. പക്ഷേ ഞങ്ങളുടെ വ്യവസായങ്ങളെല്ലാം ഈ 10-ൽ നിന്ന് വളർന്നപ്പോഴുമെല്ലാം ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന, തൊഴിൽ സാധ്യതകളുള്ള വ്യവസായങ്ങളാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള വ്യവസായമാണ് ഗാർമെൻറ്റ്, ടെക്സ്റ്റൈൽ വ്യവസായം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ടെക്സ്റ്റൈൽ ഫീൽഡിൽ കൂടുതൽ ഡെവലപ്പ് ചെയ്തത്. ഒട്ടനവധി ആളുകൾ ഇതിനിടയ്ക്ക് എന്നോട് ചോദിച്ച ഒരു കാര്യമാണ്, എന്തുകൊണ്ട് നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ നടത്തുന്നില്ല? കാരണം IT ഫീൽഡിലൊക്കെ വളരെയധികം സ്കോപ്പുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമുക്ക് കിട്ടാവുന്ന ഒന്ന്, നമുക്ക് വളരെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി. പക്ഷേ എൻ്റെ വ്യവസായം എന്ന് പറയുമ്പോൾ ഒരു വിദ്യാഭ്യാസം ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ കർഷകർക്ക്, അല്ലെങ്കിൽ ഗ്രാമങ്ങളിലുള്ള ആളുകൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് തൊഴിലെടുക്കാവുന്ന ഒരു മേഖലയാണ്. അത് ഫാദറായിട്ട് തന്നെ തുടങ്ങി വെച്ചതാണത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫോക്കസ് ഈ 2 തലമുറയായിട്ട്, ഇനി അതിന് മുന്നിലുള്ള തലമുറയായാലും ഞങ്ങളുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് വ്യവസായം നടത്തുക, അവിടെ പണമുണ്ടാക്കുക, ലാഭമുണ്ടാക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇത് ഈ നാടിന് പ്രയോജനപ്പെടണം. ഇവിടുത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്താണ് അന്നും ഇന്നും ഞങ്ങൾ നിലകൊള്ളുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എൻ്റെ ഗ്രാൻഡ് പേരൻസ്, എൻ്റെ ഫാദറിൻ്റെ അച്ഛനും അമ്മയും അന്ന് ഇന്നത്തെ സാഹചര്യമൊന്നുമല്ല, തോർത്തുമുണ്ടുടുത്ത് കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അവിടെ അവർക്കുണ്ടാക്കി വയ്ക്കുന്ന ഭക്ഷണം തന്നെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് കൊടുത്ത് അതിൻ്റെ കഞ്ഞിവെള്ളം മാത്രം കുടിച്ച് ജീവിച്ചു കൊണ്ടിരുന്ന ആളുകളാണ്. ആ ഒരു ചാരിറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് തലമുറകളായിട്ട് ഞങ്ങളുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നൊരു സംഗതിയാണ്. ഫാദർ എപ്പോഴും ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മുടെ വ്യവസായങ്ങളിങ്ങനെ ഇപ്പോൾ ഇതൊരു ഗ്രാമത്തിൽ ഇതുപോലെയുള്ള കെട്ടിടങ്ങളൊക്കെ പടുത്ത് ഉയരുമ്പോൾ ഈ ഗ്രാമവും അതിനോടൊപ്പം വളരണമെന്നാണ്. അപ്പോൾ അതനുസരിച്ചാണ് ഞങ്ങൾ ശ്രമിച്ചത്. ഫാദറും ഒട്ടനവധി കാര്യങ്ങൾ അതിനു വേണ്ടി ചെയ്തു. അതിൻ്റെ അടുത്ത പടി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, ഈ ഗ്രാമം പട്ടിണിയില്ലാത്ത, തൊഴിൽ തേടി അലയുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാത്ത ഒരു മാതൃകാ ഗ്രാമമായി മാറണമെന്നുള്ളത്. ആ ഒരു സ്വപ്നമാണ് ഞങ്ങൾ 2020 എന്ന് പറയുന്ന ഒരു ആശയത്തിൽ കൂടി നടപ്പിലാക്കാൻ ശ്രമിച്ചത്. അത് 100% വിജയിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇവിടുത്തെ രാഷ്ട്രീയക്കാരും നമ്മളുടെ ഈ ബ്യൂറോക്രസിയും മറ്റുള്ള എതിർപ്പുകളുമൊക്കെ, കാരണം ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും അതിനെ അടിച്ചമർത്തുക, അതിനെ ഇല്ലാതെയാക്കുക, അല്ലെങ്കിൽ അതിനെ തെറ്റായിട്ട് മോശമായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ മനസ്സതാണത്. അപ്പോൾ നമുക്ക് 100% വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും അത് ആ ഒരു ആശയം കൊണ്ട് ഇന്നിപ്പോൾ ഏതാണ്ട് 50,000 കുടുംബങ്ങൾ പട്ടിണിയില്ലാതെ ജീവിക്കുന്ന സാഹചര്യത്തിലേക്ക് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ അത് 3 തലമുറകളായിട്ട് തുടങ്ങിയ ആശയത്തിൻ്റെ ഒരു പൂർത്തീകരണമെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ മക്കളായിട്ട് ഇതിനേക്കാൾ ഗംഭീരമായിട്ട് അത് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ആ ധൈര്യം വരുന്നത്? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാറ്റം കൊണ്ടുവരികയാണ്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവാം, ഒരുപാട് സിസ്റ്റംസ് തന്നെ എഗെയിൻസ്റ്റ് ഉണ്ടാവാം. പക്ഷെ ഒരു ധൈര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് അത്തരത്തിലൊരു കാര്യം ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു? ഈ ഭൂമിയിൽ മനുഷ്യരെ മാത്രമല്ല, മറ്റ് ജീവികളായിക്കോട്ടെ, സകല ചരാചരങ്ങളെയും ഈ ഭൂമിയിൽ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന് വ്യക്തമായിട്ടുള്ള പദ്ധതികളുണ്ട്. എന്നെ അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന് കൃത്യമായിട്ടുള്ള പ്ലാനുകളും പദ്ധതികളുമുണ്ട്. അങ്ങനെയാണ് ഓരോരുത്തരുടെ കാര്യത്തിലും അത് തന്നെയാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും പുറമേക്ക് കാണുന്ന ചില ചെടികൾ, ചില മരങ്ങൾ കാണുമ്പോൾ നമ്മൾ പറയും, ഇത് ഒരു പാഴ്മരമാണ്, ഒരു പ്രയോജനമില്ല എന്ന് പറയും. അത് തെറ്റായിട്ടുള്ളൊരു ചിന്താഗതി. നമുക്കതിൻ്റെ ഗുണങ്ങൾ അറിയില്ല എന്നുള്ളതാണ്. ദൈവം ഒന്നും പാഴായിട്ട് ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ആന വലിയൊരു ജീവിയാണ്, ഉറുമ്പ് വളരെ ചെറിയൊരു ജീവിയാണ്.
ആനയ്ക്ക് ആനയുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. ഇപ്പോൾ ഒരു നെൽമണി നമ്മൾ നിലത്തിട്ടിട്ട് ആനയോട് എടുക്കാൻ പറഞ്ഞാൽ ആനയ്ക്ക് എടുക്കാൻ സാധിക്കില്ല. ആന അത്രയും വലിയ ജീവിയാണ്. അതെ. അതേ സമയത്ത് ഒരു ഉറുമ്പിനോട് അത് എടുക്കാൻ പറഞ്ഞാൽ വളരെ പുഷ്പം പോലെ അതെടുത്തിട്ട് പോകും അത്. അപ്പോൾ അത്രയും ചെറിയ ജീവിക്ക് എടുക്കാൻ പറ്റുന്ന കാര്യം വലിയ ജീവിക്ക് എടുക്കാൻ പറ്റുന്നില്ല. നേരെ തിരിച്ച് ഒരു വലിയൊരു തടിമരം നമ്മൾ ഉറുമ്പിനോട് എടുക്കാൻ പറഞ്ഞാൽ ഉറുമ്പിന് ചെയ്യാൻ സാധിക്കില്ല, ആനയ്ക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളെല്ലാം വ്യക്തമായിട്ടുള്ള പദ്ധതികളും പ്ലാനിങ്ങോടും കൂടിയിട്ടാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്താണോ നമുക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകൾ എന്താണോ അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി അത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. അങ്ങനെ തയ്യാറാവുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിനുള്ള ധൈര്യം നമുക്ക് കിട്ടും. നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നവരാണ്. അതിന് പകരം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന വളരെ ഷോർട്ടായിട്ടുള്ളൊരു ടൈം അവിടെ. ഈ ഷോർട്ട് ടൈമിനുള്ളിൽ നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നടപ്പിലാക്കണം. അതിന് പകരം എന്താണ്, നമ്മൾ വെറുതെ ഇരുന്ന് മടിയന്മാരായിട്ട് അലസന്മാരായിട്ടിരുന്ന് ചെയ്യാവുന്ന ദ്രോഹങ്ങളെല്ലാം മറ്റുള്ളവർക്ക് സമൂഹത്തിന് ചെയ്ത് അവരെ ഉപദ്രവിച്ച് അവരെ ചീത്ത പറഞ്ഞ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് ജീവിക്കുന്നവരാണ്. അതിന് പകരം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സമയത്ത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തരും ചെയ്യണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ധൈര്യം തനിയെ വരുമെന്നുള്ളതാണത്. എനിക്ക് തോന്നുന്നത് വളരെ കുറച്ച് ലീഡേഴ്സിന് അത് കിട്ടിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ആളുകൾ ബിസിനസ് എന്ന് പറയുന്നത് ചെയ്യാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന, ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹോട്ടലുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കാണാം. അതല്ലെങ്കിൽ ചെറുകിട കമ്പനികൾ, അല്ലെങ്കിൽ ടെക്നോളജി ബേസിസ് ആയിക്കോട്ടെ, അത്തരത്തിലുള്ള കമ്പനികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് പ്രതീക്ഷയോടുകൂടെ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അവർക്ക് നമ്മൾ നേരത്തെ എക്സാമ്പിൾ കടമെടുത്തുകൊണ്ട് പറയുകയാണ്, അവർക്ക് ആനയുടെ പോലത്തെയാണോ ചെയ്യേണ്ടത്, ഉറുമ്പിനെ പോലത്തെയാണോ ചെയ്യേണ്ടത് എന്നുള്ളൊരു വ്യക്തത കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അഡ്വൈസ് കുറവ് കൊണ്ടോ എവിടെയൊക്കെ പഴച്ചു പോകുന്നത് നമ്മൾ ഒരുപാട് തവണ കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്? നമ്മളുടെ ബിസിനസ് ജോണർ ഏത് രീതിയിൽ കൊണ്ടുപോകണം, എങ്ങനെ കൊണ്ടുപോകണം? എൻ്റെ വ്യവസായം വന്ന് കണ്ടിട്ട് അത് വേറൊരു വ്യവസായത്തിലേക്ക് പകർത്താൻ, ഇതുപോലെ തന്നെയുള്ളൊരു വ്യവസായമായാലും പകർത്താമെന്ന് വിചാരിക്കുന്നത് തെറ്റാണത്. നമ്മൾ സ്വയമായിട്ട് ആ ഒരു വ്യവസായത്തെ ഒരു കുട്ടിയെ വളർത്തി വലുതാക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ അതിനെ പഠിച്ച് മനസ്സിലാക്കി അതിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഞാനൊരു പക്ഷേ ഈ വ്യവസായം വിട്ട് വേറൊരു വ്യവസായത്തിൽ പോയാൽ ചിലപ്പോൾ സക്സസ് ആവണമെന്നില്ല, സക്സസ് ആകാം. അപ്പോൾ ഓരോ വ്യവസായവും ആ വ്യവസായത്തെ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും എല്ലാം മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണത്. പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ഒരു ബുക്കിൽ വായിച്ചും മറ്റുള്ളവരുടെ അഡ്വൈസ് കേട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിയുടെയൊക്കെ അഡ്വൈസ് കേട്ടാണ് പലരും വ്യവസായത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. അവിടെയാണ് ഫെയിലിയർ ആവുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ എന്ന് പറയുന്നത് ചെറുപ്പത്തിലെ മുതൽ വ്യവസായത്തിലേക്ക് തന്നെ ജനിച്ച് വീണ് അതിൽ തന്നെ കിടന്ന് വളർന്ന് അതിൻ്റെ എല്ലാ പാഠങ്ങളും പഠിച്ച് വ്യവസായത്തിട്ട് ഇറങ്ങിയവരാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് അവർ സ്കൂളിലും കോളേജിലും ബുക്കിൽ മാത്രം പഠിച്ച് ബുക്ക് വായിച്ച് വ്യവസായം നടത്താൻ പോകും. അവിടെയാണ് അവർ കാലിടറുന്നത്. അതിന് മാറ്റമുണ്ടായി നമ്മൾ കുറച്ചും കൂടി പ്രായോഗികമായിട്ട്. അപ്പോൾ അങ്ങനെ ഇതിനൊരു പരിചയമില്ലാത്ത ആളുകൾ ഏതെങ്കിലും വ്യവസായത്തിൽ നിന്ന് ജോലി ചെയ്ത് ആ തൊഴിൽ പഠിച്ച് അതിലേക്ക് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. അല്ലാതെ സ്കൂളിലും കോളേജിലും പോയി പഠിച്ചിട്ട് വ്യവസായം തുടങ്ങാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. സ്ഥലവും സമയവും നമ്മൾ പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ എക്സാമ്പിളും കൂടിയാണ് നമ്മുടെ ബിസിനസ് നമ്മൾ സ്റ്റേറ്റ് വിട്ട് മറ്റൊരു സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് സാർ അത്തരത്തിലുള്ള എന്തൊക്കെ റിസർച്ചസ്, എങ്ങനെയൊക്കെ റെഫറൻസുകൾ എന്തൊക്കെ നോക്കിയിരുന്നു? ഇത് 95-ലായി ഈ സ്ഥാപനം തുടങ്ങുന്നത്. ഈ 95-ൽ തുടങ്ങുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഞാൻ പോയിട്ട് തുടങ്ങുകയല്ല ചെയ്തത്. ഞാൻ ഈ ഇന്ത്യയിൽ തന്നെ ഇതുപോലെയുള്ള ഇതിന് സമാനമായിട്ടുള്ള നൂറുകണക്കിന് വ്യവസായങ്ങൾ പോയി കണ്ട് മനസ്സിലാക്കിയത്. ഇന്ത്യ വിട്ട് മറ്റ് രാജ്യങ്ങളിൽ പോയി കണ്ടു. അപ്പോൾ അവിടെ നിന്നൊക്കെ എനിക്ക് നന്നായിട്ട് തോന്നിയ കാര്യങ്ങൾ അതെല്ലാം എടുത്ത് അതിനെ വെച്ചിട്ട് ഒരു ഫാക്ടറി ഫോം ചെയ്യേണ്ടായത്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒട്ടനവധി നല്ല കാര്യങ്ങൾ കാണും. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴായിക്കോട്ടെ, മറ്റ് പലരുമായിട്ട് സംസാരിക്കുമ്പോഴായിക്കോട്ടെ,
പല രീതിയിൽ കൂടി നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പലരും മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അതെ. പക്ഷേ ഈ സോഷ്യൽ മീഡിയ അത് വെറും ഒരു ടൈം പാസ് അല്ലെങ്കിൽ ഒരു ഫണ്ണായിട്ടൊക്കെയാണ് ആളുകൾ അതിന് ഉപയോഗിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നമുക്ക് നല്ല കാര്യങ്ങളുണ്ട്. ലോകത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മളിപ്പോൾ അതിനു വേണ്ടി യാത്ര ചെയ്യേണ്ട കാര്യമില്ല. അതെ. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ, എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും അങ്ങനെയാണ്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഒരു ഓഫീസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഈ ഓഫീസിൻ്റെ പല ഭാഗങ്ങൾ പല രാജ്യങ്ങളിൽ നിന്ന് ഞാൻ കണ്ടെത്തിയിരിക്കുന്നതാണ്. ഒരിക്കൽ സിംഗപ്പൂർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ കാറിൽ പോകുന്ന സമയത്ത് മനോഹരമായിട്ടുള്ളൊരു ബിൽഡിംഗ് കണ്ടു. എനിക്കതിനൊരു പ്രത്യേകത തോന്നി. ഞാൻ ഉടനെ തന്നെ എൻ്റെ ക്യാമറയിലെടുത്തു, അതവിടെ വെച്ചു. എൻ്റെ ലൈബ്രറിയിൽ അങ്ങനെ കിടക്കും. അതിനുശേഷം ലോസ് ഏഞ്ചൽസിൽ വെച്ച് ഞാൻ അവിടെ ഈ ഹോളിവുഡിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ചില കാര്യങ്ങൾ ഞാൻ കണ്ടു. അത് ഞാൻ കോപ്പി ചെയ്തു. അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് ഞാൻ പല സമയത്തായിട്ട് കിട്ടിയ കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഡിസൈൻ ചെയ്ത ഈ ഓഫീസ് ഞാൻ സ്വയമായിട്ട് ഇങ്ങനെയുള്ള എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ വെച്ച് പ്രായോഗികമായിട്ട് ചിന്തിച്ച് സ്വയമായിട്ട് ഡിസൈൻ ചെയ്തുണ്ടാക്കിയതാണ്. ഇപ്പോൾ ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാം ഒരു ആർക്കിടെക്ട്സോ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനറോ കൂടാതെ ചെയ്തിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണ് എല്ലാവരും ചെയ്യേണ്ടത്. നമ്മൾ ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങൾ പഠിക്കണം. പഠിച്ചത് എപ്പോഴാണ് പ്രയോജനപ്പെടുക. ഇപ്പോൾ എൻ്റെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും ഒട്ടനവധി കാര്യങ്ങൾ, ഇപ്പോൾ നല്ലൊരു കോമ്പൗണ്ട് വാൾ കണ്ടു, ഞാനത് ഫോട്ടോ എടുത്ത് വയ്ക്കും. കാരണം മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കണ്ടേ, ഒരു ഗ്രില്ല് കണ്ടു, ഞാനതെടുത്ത് വയ്ക്കും. ഒരു ഡെക്കറേഷൻ കണ്ടു, അതെടുത്ത് വയ്ക്കും. ഒരു ഫ്ലവർ ഡെക്കറേഷൻ കണ്ടു, അത് ഞാനതെടുത്ത് വയ്ക്കും. അപ്പോൾ അത് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അത് പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ എൻ്റെ മെമ്മറിയിലുണ്ടത്, അത് ഞാൻ വീണ്ടും എടുത്ത് അത് കൊടുത്ത് ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഇതുണ്ടാക്കും. അപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടിയല്ല, പിന്നീട് എപ്പോഴെങ്കിലും ഉപയോഗിക്കാം. അറിവിനെ എപ്പോഴും നമ്മൾ അങ്ങനെ കളക്ട് ചെയ്യണം അല്ലേ? നമ്മൾ ജീവിതത്തിൽ നല്ലത് കണ്ടു കഴിഞ്ഞാൽ, കേട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. അതെപ്പോഴാണ് നമുക്ക് പ്രയോജനപ്പെടുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതാണ് ഞാൻ ഇതുവരെ ചെയ്തിരിക്കുന്നത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. നമുക്ക് ശരിക്കും ബിസിനസ് പഠിപ്പിക്കാൻ പറ്റുമെന്നുള്ളത്, കാരണം നിലവിൽ ഒരുപാട് ആളുകളെ നമുക്ക് കാണാം, ബിസിനസ് നിങ്ങൾക്ക് പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബിസിനസ് പോലും ചെയ്യാത്ത ആളുകളാണ് പലരും ബിസിനസ് പഠിപ്പിക്കുന്നത്. സോ അത്തരത്തിൽ പഠിപ്പിക്കാൻ പറ്റിയൊരു പ്രോഡക്റ്റ് ആണോ ബിസിനസ് ഓൺടർപ്രണർഷിപ്പ്? ബിസിനസ് എന്ന് മാത്രമല്ല, ഒരു വിഷയവും ഇപ്പോൾ പലപ്പോഴും നമുക്ക് കാണുന്നതേ, നമ്മൾ ആ വിഷയം പഠിക്കാതെ എങ്ങനെ വേറൊരാളെ പഠിപ്പിക്കുക? അതെ, നമ്മൾ പഠിച്ചാൽ മാത്രം പറയാം. ഇപ്പം നമ്മൾ കാണുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ഞാൻ പറഞ്ഞല്ലോ, അത് ടോട്ടലി ഒരു ഫെയിലിയർ സിസ്റ്റമാണ്. കാരണം പഠിപ്പിക്കുന്ന ആളുകൾ, ഇപ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്ന ആളുകൾക്ക് ബിസിനസ്സിനെ പറ്റി ഒന്നും അറിയില്ല. അവർ പോലും ഒരു ഫാക്ടറിയോ ബിസിനസ്സോ കണ്ടിട്ടില്ല. അപ്പം അവരാദ്യം അതിൽ എക്സ്പീരിയൻസ്ഡ് ആകുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയല്ലാത്ത ആളുകൾ ബുക്ക് വായിച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയും ആ കുട്ടികളെ ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് തുടങ്ങുകയും ചെയ്യുമ്പോൾ ആണ് പല ആളുകളും 80% ഫെയിലിയർ ആവുന്നത്. 20% സക്സസ് ആകുന്നുണ്ടെങ്കിൽ അവരുടെ തലവര കൊണ്ടാണ്, അല്ലാതെ ഒരിക്കലും അവരുടെ കഴിവ് കൊണ്ടാകുന്നതല്ല അത്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് അല്ലെങ്കിൽ ബിസിനസ് ട്രെയിനിങ്, പ്രായോഗികമായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുത്ത് ആളുകളെ പഠിപ്പിച്ച് അതിന് വേണ്ടിയിട്ട് ആക്കേണ്ടതായിട്ടുണ്ടത്. അപ്പോൾ ഇവരെ സ്കൂളുകളിലും കോളേജുകളിലും അല്ല പഠിപ്പിക്കേണ്ടത്, അവരെ ഇതുപോലെ വ്യവസായങ്ങളിൽ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കണം. അതെ, വിദേശ രാജ്യങ്ങളിലൊക്കെ അതാണത്. തിയറിയിനേക്കാൾ കൂടുതൽ പ്രാക്ടിക്കലായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുത്താണത്. അത് കൊടുക്കാത്തിടത്തോളം കാലം ബിസിനസ് എന്നല്ല ഏത് മേഖലകളായാലും, ഇപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു സിവിൽ എഞ്ചിനീയർക്ക് ബുക്കിലല്ല പഠിപ്പിക്കേണ്ടത്. ബുക്കിൽ തിയറി പഠിപ്പിക്കണം, അതോടൊപ്പം തന്നെ ഫീൽഡിൽ അതുപോലെയുള്ള പ്രായോഗികമായിട്ടുള്ള എക്സ്പീരിയൻസും കൊടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പം അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ടെക്സ്റ്റൈൽ ഡിസൈനിങ്, ഫാഷൻ ഡിസൈനിങ്, എല്ലാവരെയും ഡിസൈൻ ചെയ്യാൻ പഠിപ്പിക്കും, അവരെ മാർക്കറ്റ് ചെയ്യാൻ പഠിപ്പിക്കും. പക്ഷേ ആ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഈ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു വരുന്ന പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ഒരു കുട്ടിയുടെ അടുത്ത് എങ്ങനെയാണ് ഫാബ്രിക് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. അപ്പോൾ അവരെ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ഫാബ്രിക് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് കോട്ടൺ ഉണ്ടാകുന്നത്,
കോട്ടൺ ഫീൽഡുകൾ സന്ദർശിപ്പിക്കുക. കോട്ടൺ എങ്ങനെ നൂലാകുന്നു, നൂലെങ്ങനെ തുണിയാകുന്നു, തുണി എങ്ങനെ കളർഫുള്ളാകുന്നു, അതിനെങ്ങനെ ഗാർമെൻ്റ് ആകുന്നു, ആ പ്രോസസ്സിൽ കൂടി അവരെ അതിൽ നിർത്തി പഠിപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിച്ച് പഠിപ്പിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമാണ് നാളെ അവർ അങ്ങനെ ഒരു യൂണിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് സക്സസ്ഫുൾ ആവാൻ സാധിക്കും. ഞാനിപ്പോൾ ഇതിനകത്ത് മാനേജിങ് ഡയറക്ടറായിട്ട് ഇരിക്കുമ്പോൾ ഇതിൽ നടക്കുന്ന ഓരോ പ്രോസസ്സിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയിരിക്കണം. തീർച്ചയായിട്ടും ഓരോ തൊഴിലാളികളെ പറ്റിയും മനസ്സിലാക്കിയിരിക്കണം. അതെ, അവർ ചെയ്യുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി മനസ്സിലാക്കിയിരിക്കണം. അത് പഠിക്കാതെ ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരിക്കലും ഇവിടെ പലരും ഷോക്കടിക്കുന്നൊരു കാര്യമുണ്ട്, ഞാൻ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാറില്ല. കമ്പ്യൂട്ടർ യൂസ് ചെയ്യാറില്ല. ഞാനൊരു മെയിലും ചെയ്യാറില്ല, കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടുമില്ല. യൂസ് ചെയ്തിരുന്ന കാലങ്ങളുണ്ട്, പക്ഷേ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാറില്ല. ഞാൻ ആകെ ഉള്ളത് എൻ്റെ ഐഫോൺ, ഇത് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ എൻ്റെ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം കൺട്രോൾഡാണ്, അത് ഹ്യൂമൻ കൺട്രോൾഡ് അല്ല. സിസ്റ്റം കൺട്രോൾഡാണ്. യെസ്, എൻ്റെ ആവശ്യമില്ല ഇതിനകത്ത്. ഒരു യൂണിറ്റ് സെറ്റപ്പായി അത് പ്രൊഡക്ഷനായി കഴിഞ്ഞാൽ എൻ്റെ ജോലി തീർന്നു. അവിടെ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു, അത് പിന്നെ സിസ്റ്റം അതിനെ ഡ്രൈവ് ചെയ്തു എന്നുള്ളതാണ്. അതെ, അതിലോട്ടെത്താൻ ഒരുപാട് ടൈം എടുക്കുമോ? എൻ്റെ ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് ഒരിക്കലും ഒരു മിനിറ്റ് പോലും എൻ്റെ ടൈം ആവശ്യമില്ല. ഇപ്പം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് 99% എൻ്റെ പുതിയ യൂണിറ്റുകളെ പറ്റിയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ അതിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പ്രൊഡക്ഷനായി 1 വർഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആവശ്യം അവിടെ ഇല്ല. അതേ രീതിയിലാണ് എൻ്റെ ട്രെയിനിങ്ങും സിസ്റ്റവും വർക്ക് ചെയ്യുന്നത്. ആ സിസ്റ്റം അതിനെ റൺ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് കൊണ്ട് വരുന്ന പ്രോബ്ലംസൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഹ്യൂമൻ കൺട്രോൾഡാണ് പലപ്പോഴും പല ഫാക്ടറികളും. അപ്പോൾ അവിടെയാണ് പലപ്പോഴും ഫെയിലിയർ ആവുന്നത് നമ്മളത്. സിസ്റ്റം ഡ്രിവൺ ആയിരിക്കണം. ശരിക്കും അത് എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾക്ക് മോട്ടിവേഷൻ തരുന്നൊരു കാര്യമാണ് സിസ്റ്റം ഡ്രിവൺ ആവുക എന്നുള്ളത്. കാരണം നമ്മൾ പറയും സ്റ്റാഫ് അവൈലബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നല്ലൊരു സ്റ്റാഫ് പോയി കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് വളരെ വലിയൊരു നഷ്ടം വരുന്നു എന്നുള്ളത്. കാരണം അവർ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരെ പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ പോകുന്നു. പക്ഷെ അത് നമ്മുടെ നിലവിലുള്ള കമ്പനിയെ ഒരുപാട് തളർത്തുന്നു എന്നുള്ളത്. അപ്പം അത് ഇതിലുള്ള എല്ലാ മുതലാളിമാരും അല്ലെങ്കിൽ എല്ലാ ഓൺട്രപ്രണേഴ്സും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളെപ്പോഴും സിസ്റ്റം ഡ്രിവൺ ആക്കുക എന്നുള്ളത്. പിന്നെ സാറിനോട് സംസാരിക്കുമ്പം തീർച്ചയായിട്ടും ഞാൻ എന്നിലേക്കും കൂടെ ഒരു തിരിഞ്ഞുനോട്ടമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പം അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മൾ ഏതൊരു ഫീൽഡിലിരിക്കുമ്പോഴും അതിലൊരുപാട് കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ പറയുമ്പോഴും ഞാൻ സ്വന്തം തിരിഞ്ഞു നോക്കുകയാണ്, നമ്മൾ അത്തരത്തിലായിട്ടുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യനിങ്. ഇത്രയധികം രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും സാറ് അവിടുത്തെ ബിസിനസ് സാധ്യതകളെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിലേറ്റവും സിമ്പിളായിട്ട് എന്നുള്ള വേർഡ് ഞാൻ യൂസ് ചെയ്യരുത് ശരിക്കും, എന്നിരുന്നാലും ഏറ്റവും എളുപ്പത്തിൽ ബിസിനസ് ചെയ്യാൻ പറ്റിയൊരു രാജ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഓരോ രാജ്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്, ദൂഷ്യങ്ങളുമുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഒരു വ്യവസായം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ വ്യവസായം തന്നെ എടുക്കുക, ഇതിന് ഒരുപാട് ലേബർ വേണ്ടി വരുന്ന ഒരു വ്യവസായമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ടത് റോ മെറ്റീരിയലിൻ്റെ സാധ്യതകളുണ്ടോ, അല്ലെങ്കിൽ ലേബർ അവൈലബിലിറ്റി ഉണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടായിരിക്കണം പോകേണ്ടത്. അതെ, ആവശ്യങ്ങൾ ഫോക്കസ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് അമേരിക്കയിൽ വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെൻറ്റൊക്കെ എല്ലാ സഹായങ്ങളും തരുന്നുണ്ട്. വളരെ സിംപ്ലിഫൈഡ് പോളിസിയാണ്. 24 hours നമുക്ക് രജിസ്ട്രേഷൻ കിട്ടും. പക്ഷേ ഇതിന് ഈ വ്യവസായത്തിന് പറ്റിയൊരു മറ്റ് സാഹചര്യങ്ങളല്ല അവിടെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയൊരു വ്യവസായം തുടങ്ങുമ്പോൾ നമുക്ക് അതിന് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് തൊഴിലാളികളെ കിട്ടാനായിട്ടുള്ള സാധ്യതകളാണ്. അതിപ്പോൾ ഇന്ത്യ, ചൈന അങ്ങനെയുള്ള രാജ്യങ്ങളാണ് അതിന് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റീസ്. അപ്പം നമ്മൾ ഈ ഗുണങ്ങളും ദൂഷ്യങ്ങളും എല്ലാം വിലയിരുത്തി അതിനെ അസസ് ചെയ്തിട്ട് അതിൻ്റെ റൈറ്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണത്. ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് തെലങ്കാനയിലേക്ക് പോകാനായിട്ടുള്ള പ്രത്യേക സാഹചര്യം അത് തന്നെയാണ്. കാരണം തൊഴിലാളികളെ കിട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള സൗത്ത് ഇന്ത്യയിൽ ഇന്ന് സാധ്യതകളുള്ള ഒരു സംസ്ഥാനം തെലങ്കാനയാണ്. നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിൽ UPയും ഒറീസയും ബീഹാറും ഒക്കെ മാറ്റി സൗത്ത് ഇന്ത്യയിലെ കാര്യം പറയുന്നത്. തമിഴ്നാടിനെ വെച്ച്, കർണാടകയെ വെച്ച്, കേരളത്തെ വെച്ച്, ആന്ധ്രയെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിലാളികളെ കിട്ടാൻ, അതിനേക്കാൾ കൂടുതൽ റോ മെറ്റീരിയൽസ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കോട്ടണാണത്. അപ്പോൾ ഇന്നിപ്പോൾ തെലങ്കാന എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ 3rd largest പ്രൊഡ്യൂസേഴ്സാണ് കോട്ടണിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ വെള്ളം, ഇലക്ട്രിസിറ്റി, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഇങ്ങനെയുള്ള പല ആസ്പെക്ട്സ് നമ്മൾ കൺസിഡർ ചെയ്തതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം വിലയിരുത്തിയായിരിക്കണം നമ്മളൊരു വ്യവസായം എവിടെ വേണം
എന്ന് തീരുമാനിക്കേണ്ടത്. ഇപ്പം സാറ് വ്യവസായം ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി, ഓരോ കാര്യങ്ങളും റെഫറൻസുകൾ എടുക്കുന്നു. ഇനിയിപ്പം ടെക്നോളജി അത്ര അധികം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത് തുടങ്ങി, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യ നമ്മൾ അത്രയധികം ബിസിനസ്സിലാണെന്നുണ്ടെങ്കിലും എല്ലാം ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇപ്പോൾ ലേബേഴ്സിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ഇനി നെക്സ്റ്റ് വരുന്ന വർഷങ്ങളിൽ ഒരുപാട് പേരുടെ ജോലി പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം കിറ്റെക്സിനെ സംബന്ധിച്ച് എങ്ങനെയാണ് അത്തരം ഒരു മാറ്റത്തെ നോക്കി കാണുന്നത്? ഇപ്പോൾ ഞങ്ങൾ തെലങ്കാനയിൽ ഞങ്ങളിപ്പോൾ ഡിസൈൻ ചെയ്തപ്പോൾ ഏതാണ്ട് ഫസ്റ്റ് ഫേസ് ഞങ്ങൾ കമ്മീഷൻ ചെയ്യാൻ പോവാം. ഈ ഫാക്ടറി എന്ന് പറയുന്നത് ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും ടെക്നോളജി കൊണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട്, അതിൻ്റെ സിസ്റ്റം കൊണ്ട്, ഓട്ടോമേഷൻ കൊണ്ട് ഏറ്റവും ആധുനികമായിട്ടുള്ളൊരു ഫാക്ടറിയാണ്. ലോകത്തിൽ ഇനിയിപ്പോൾ ഞങ്ങളുടെ ഫീൽഡ് വിട്ടായാലും ആദ്യമായിട്ട് മോണോ റെയിൽ സംവിധാനത്തിൽ കൂടി, ഏതാണ്ട് ഫാക്ടറി ക്യാമ്പസിനകത്ത് തന്നെ 8 കിലോമീറ്ററോളം മോണോ റെയിലാണ്. 5.5 മീറ്റർ ഉയരത്തിൽ നമ്മുടെ ട്രാം സർവീസ്, നമ്മുടെ മെട്രോ ഒക്കെ പോകുന്ന മാതിരി അതിൽ കൂടിയാണ് ഈ ഗുഡ്സ് മൂവ് ചെയ്യുന്നത്. ഓട്ടോമേറ്റഡ്, മാനുവൽ അല്ല, ഓട്ടോമേറ്റഡ് ആണ്. നമ്മുടെ ഈ എറണാകുളത്ത് മെട്രോ എല്ലാം ഡ്രൈവർ ഇല്ലാതെയാണല്ലോ പോകുന്നത്, കാരണം സിസ്റ്റം കൺട്രോൾഡ് ആണ്. അതുപോലെയാണ് ആയിരക്കണക്കിന് ഗുഡ്സിൻ്റെ കണ്ടെയ്നേഴ്സ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഇപ്പോൾ ഈ ഫാക്ടറിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്ട് 25% ലേബർ കുറവ് മതി അവിടെ. അപ്പോൾ ടെക്നോളജി ഇന്ന് ലോകത്തിലുള്ള ടെക്നോളജി വെച്ചിട്ട് ഏറ്റവും ഹയസ്റ്റ് ടെക്നോളജിയാണ് ഞങ്ങളവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ രണ്ടാം ഫേസ് വരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഫാക്ടറിയാണ്, മാനുഫാക്ചറിങ് ഫെസിലിറ്റിയാണ്. ഗിന്നസ് റെക്കോർഡാണ് അത് വരാൻ പോകുന്നത്. ഇന്നിപ്പോൾ അമേരിക്കയിൽ ടെക്സസിൽ ടെസ്ല ഫാക്ടറിയാണ് 1060 മീറ്റർ ആണ് അതിൻ്റെ ലെങ്ത്. ഞങ്ങളുടെ 1260 മീറ്റർ, 1 കിലോമീറ്റർ 260 മീറ്റർ, 1.25 കിലോമീറ്ററാണ് ഒരു ഫാക്ടറിയുടെ ലെങ്ത്. അങ്ങനത്തെ 3 ഫാക്ടറി എന്ന് പറയാൻ 5 കിലോമീറ്ററാണ് ഒരു ഫാക്ടറി. ഒരറ്റത്തുനിന്ന് ഇങ്ങേറ്റത്ത് എത്തണമെങ്കിൽ 5 കിലോമീറ്റർ നടക്കണം നമ്മൾ. അത് ഒരു സൈഡ്. ഇപ്പോൾ 2 സൈഡ് എന്ന് പറയുമ്പോൾ 10 കിലോമീറ്റർ നടക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഗിന്നസ് റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് ഇനി ഒരു 100 വർഷം കഴിഞ്ഞാലും അതിനെ അതിജീവിക്കാവുന്ന ടെക്നോളജിയോ ഇൻഫ്രാസ്ട്രക്ചറോ അതുപോലെ ഒരു ഫാക്ടറി ലോകത്തിലുണ്ടാവില്ല എന്നുള്ളതാണ്. അത്രമാത്രം എഫേർട്ടും ബ്രെയിനും എല്ലാം ഉപയോഗിച്ചാണ് ഞങ്ങളത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാർ ഇങ്ങനെ പറയുന്ന സമയത്ത് ആ ഒരു ഫാക്ടറി കാണാനായിട്ടൊരു കൊതി തന്നെ വരുന്നുണ്ട്. കാരണം അത്തരത്തിലൊരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറി എന്ന് പറയുമ്പോൾ എനിവേസ് ഒരുപാട് സന്തോഷം. ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഒരു മാറ്റം കൊണ്ടുവരണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഞാൻ സാറോട് ചോദിക്കുകയാണ്, നമ്മൾ ലേഡീസിനെ, സ്ത്രീകളെ എങ്ങനെയാണ് ഓണ്ടർപ്രണർഷിപ്പിലോട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു സ്ത്രീകളുടെ ഒരു എംപവർമെൻറ്റ് എന്ന രീതിയിൽ, കാരണം ഒരുപാട് ആളുകൾക്ക് അവരുടെ പ്രയോറിറ്റി മറ്റു പലതുമാണ്, സെൽഫായിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ളവർക്ക് പോലും അതിനുള്ള പല അവരുടെ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ സാഹചര്യമായിരിക്കാം, അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇപ്പം കിറ്റെക്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് അത്തരം ആ ഒരു ഏരിയയിലോട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നില്ല അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു ഫെയിലിയറായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പൊതുവെ സ്ത്രീകൾ ഇങ്ങനെയുള്ള രംഗത്തേക്ക് അല്ലെങ്കിൽ കൂടുതൽ റിസ്ക് എടുക്കാനായിട്ട് അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണത്. പഴയതിനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ വരുന്നുണ്ടത്. വളരെ ചെറിയ രീതിയിൽ ഒരുപാട് ചെറിയ ചെറിയ സംരംഭങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ പൊതുവേ നമുക്ക് നോക്കിക്കഴിഞ്ഞാലും കുറച്ച് സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉള്ള അല്പം റിസ്ക് ഫാക്ടറുള്ള കാര്യങ്ങളിലേക്ക് സ്ത്രീകൾ കടന്നു വരുന്നില്ല എന്നുള്ളതാണത്. അതിപ്പോൾ നമ്മൾ ഫാക്ടറികളിൽ നിന്നല്ല, ഓഫീസുകളിലായിക്കോട്ടെ, പൊതു സംവിധാനത്തിലായിക്കോട്ടെ, ഇപ്പോൾ രാഷ്ട്രീയത്തിലായാലും നമുക്ക് ആളുകൾ പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഈ പഞ്ചായത്തുകളിൽ 50% റിസർവേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അസംബ്ലിയിലോ അല്ലെങ്കിൽ പാർലമെൻറ്റിലോ ഇതുവരെ അങ്ങനെ ഒരു റിസർവേഷൻ നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ അവർക്ക് അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കില്ല. അതിലേക്ക് ആളുകൾ രംഗത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുണ്ട്, ഞങ്ങളുടെ സംവിധാനങ്ങൾ, ഞങ്ങൾ 4 പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട്, ഒരു ബ്ലോക്ക് ഭരിക്കുന്നുണ്ട്. അതിലായി 4 പഞ്ചായത്തും ഒരു ബ്ലോക്ക് പ്രസിഡൻറ്റും സ്ത്രീകളാണ്. ഈ മെമ്പർമാരിൽ 80% സ്ത്രീകളാണ്. ഇനിയിപ്പോൾ അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എത്ര പഞ്ചായത്തുകൾ മത്സരിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല.
ഏറ്റവും ചുരുങ്ങിയത് 100 പഞ്ചായത്തുകളിലെങ്കിലും ഞങ്ങൾ മത്സരിക്കും. പക്ഷേ ആദ്യമായിട്ട് ലോകത്തിലെ തന്നെ ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് 100% സ്ത്രീകളെ നിർത്തി ഞങ്ങൾ മത്സരിക്കാൻ പോകുന്നത്. അതായത് 100% സ്ത്രീകൾക്ക് റിസർവേഷൻ കൊടുത്തുകൊണ്ട്. അപ്പോൾ പക്ഷേ പലപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ അതിനുവേണ്ടി മത്സരിക്കാൻ അല്ലെങ്കിൽ നേതൃസ്ഥാനത്തേക്ക് ഞങ്ങൾ പാർട്ടിയിലും അങ്ങനെ തന്നെ അതിന് റിസർവേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് വരാനായിട്ട് സ്ത്രീകൾ കടന്നു വരുന്നില്ല എന്നുള്ളതാണത്. അപ്പോൾ തീർച്ചയായിട്ടും വ്യവസായമായിക്കോട്ടെ, ഇപ്പോൾ ഞങ്ങളുടെ ഫാക്ടറി എടുക്കുകയാണെങ്കിൽ 80% സ്ത്രീകളാണത്. അപ്പോൾ ഇവിടെയൊക്കെ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരെ കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ അവർ ആ രംഗത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ബ്രേക്കിംഗ് ന്യൂസസ് വരുന്നത് കാരണം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിൽ 100% സ്ത്രീകളെ കൊണ്ടുവരുന്നു. അതൊരു വലിയ മാറ്റമാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും നീളം കൂടിയ ഒരു ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓഫീസ് വരുന്നു അല്ലെങ്കിൽ നമ്മളുടെ ഫാക്ടറി വരുന്നു എന്ന് പറഞ്ഞു. ഇതിനു മുൻപ് നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ തെലങ്കാനയിലോട്ട് കൊണ്ടുപോകുന്നു. അതൊക്കെ ഒരു ബ്രേക്കിംഗ് ഹെഡ്ലൈൻസ് ആയിരുന്നു. എങ്ങനെയാണ് അത്തരം ബ്രേക്കിംഗ് ഹെഡ്ലൈൻസിലോട്ട് അല്ലെങ്കിൽ അത്തരം ഹെവി മാറ്റത്തിലോട്ട്? പൊതുവേ ആളുകൾ എടുത്തു കഴിഞ്ഞാൽ പലരും നമ്മളധികം ബുദ്ധിമുട്ടാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഒരു വ്യവസായമായിക്കോട്ടെ, ഒരു കച്ചവടമായിക്കോട്ടെ, വേറൊരാളെ കോപ്പി ചെയ്ത് അതിനെ തന്നെ കോപ്പി അടിച്ച് അത് പകർത്തുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരെയും കോപ്പി അടിക്കാറില്ല എന്നുള്ളതാണ്. എനിക്കെല്ലാം ഒരു വ്യത്യസ്തമായിട്ട് പുതുമയോട് കൂടിയിട്ട് അവതരിപ്പിക്കുന്ന ഒരാളാണ്. അതായത് എന്നെപ്പോലെ, എൻ്റെ സ്ഥാപനങ്ങളെപ്പോലെ, എൻ്റെ പ്രവർത്തനങ്ങളെപ്പോലെ ഒരാളുണ്ടാവരുത്. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് വ്യത്യസ്തമായിട്ട് നടപ്പിലാക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഗാർമെൻറ്റ് മേഖലയിൽ തന്നെ ഞങ്ങളുടെ ഫാക്ടറി ലോകത്തിലെ തന്നെ സെൻട്രലി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരേ ഒരു ഫാക്ടറിയാണ്. അപ്പോൾ എല്ലായിടത്തും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്രോച്ചാണ് ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യം ഞാൻ ചെയ്താൽ എന്താ കാര്യമുള്ളത്? അപ്പോൾ എല്ലാവരും ചെയ്യാത്ത, ആർക്കും ചെയ്യാൻ പറ്റാത്ത, അതാണ് ആ വേർഡ്. ഞാനിപ്പോൾ ഈ തെലങ്കാനയിൽ സൃഷ്ടിക്കുന്നത് ലോക അത്ഭുതമാണ്. ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷണറി സ്റ്റെപ്പാണ് ഞാൻ എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ എല്ലാവരോടും പറയും, 100 വർഷം കഴിഞ്ഞാലും അതിനെ മറികടക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. അതേമാതിരിയാണ് അതിൻ്റെ ടെക്നോളജി ആയാലും ഡിസൈൻ ആയാലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 2 ഫാക്ടറികളും കൂടി കൂടിയിട്ട് 75 ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് വരും. ഈ 75 ലക്ഷം സ്ക്വയർ ഫീറ്റ് മുഴുവനായിട്ടും ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുക ബിൽഡിംഗ്. ഇന്ത്യയിൽ ആദ്യത്തെ ഒരു സംരംഭമാണത്. 100% ബിൽഡിംഗ് 75 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നൊരു ഫാക്ടറി സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മളൊരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ നാളെ ഈ ലോകം വിട്ടു പോയാലും എന്നും നമ്മുടെ സ്ഥാപനങ്ങൾ ഒരു മാതൃകയായിട്ട്, ഒരു ഓർമ്മയായിട്ട് എല്ലാവർക്കും ഉണ്ടാവണം. അപ്പോൾ ചരിത്രത്തിൽ നമ്മൾ അങ്ങനെ ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് അത് എന്നും ഒരു പഠനമായിട്ടോ പാഠമായിട്ടോ ആളുകൾക്ക് അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും. കാരണം സർബു സാർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു യുണീക്ക് ആണ് എന്നുള്ളത് നമുക്ക് ഇത്രയും കാലം അറിയാം. എന്നിരുന്നാലും നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് ആ സാറ് കാണുന്ന ആ ഡ്രീം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്ത അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തികൾ, കാരണം സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണെന്ന്. സാറിൻ്റെ ഒരു റോൾ മോഡലായിട്ടോ ഒരു ഇൻഫ്ലുവൻസർ അച്ഛനും അമ്മയാണ്. കാരണം ഇപ്പോൾ നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട്, കാരണം ഞാൻ പറയുന്നത് 13-14 വയസ്സിൽ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ബിസിനസ്സിലേക്ക് വന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഇത്ര ചെറിയ ഒരു പ്രായത്തിൽ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആളുകൾ കുറവായിരിക്കും. അവിടെ ട്രെയിനിങ്ങിലായാലും നമ്മൾ ആ ഫീൽഡിലേക്ക് വരിക എന്നുള്ളതാണ്. അതുപോലെ എല്ലാ സ്വാതന്ത്ര്യവും ഞങ്ങൾക്കുണ്ടായിരുന്നു ആ വയസ്സിൽ. രൂപയുടെ അല്ലെങ്കിൽ ഇപ്പോൾ പൈസ വേണം, അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആ പ്രായത്തിൽ പോലും ഇനിയിപ്പോൾ ഒരു ഡ്രിങ്ക്സ് എടുത്ത് കഴിക്കണമെങ്കിൽ പോലും റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിനൊരു പ്രശ്നം പറയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ 2 പേരും അതെ, ഈ പറയുന്ന 2 പേരും മദ്യം കഴിക്കില്ല. കാരണം
നമുക്ക് അങ്ങനെ ചെറുപ്പത്തിലേ മുതൽ അത് അവൈലബിൾ ആവുമ്പോൾ നമുക്കതിനോട് താല്പര്യമില്ലാതെ വരിക. അവിടെ റെസ്ട്രിക്ഷൻ വരുമ്പോഴാണ് ഇതൊക്കെയാണ് നമ്മൾ പാഠങ്ങൾ പഠിക്കേണ്ടത്. എൻ്റെ മക്കളെ ഞാൻ അതുപോലെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. കാര്യം നിയമം അനുസരിച്ചൊക്കെ തെറ്റാണ്, പക്ഷേ എന്നാൽ തന്നെയും അങ്ങനെ നമ്മളൊരു രീതിയിൽ അവരെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് അതിനോടുള്ള ആ ഒരു താല്പര്യം കുറയും എന്നുള്ളതാണ്. അതാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചത്. കാരണം നമുക്ക് എളുപ്പത്തിൽ ചെറുപ്പത്തിലേ മുതൽ ലഭ്യമാകുന്ന സംഗതിയോട് നമുക്ക് താല്പര്യമില്ല. കിട്ടാതെ വരുമ്പോൾ അത് കിട്ടണം, അത് വീണ്ടും കിട്ടണം എന്നുള്ള താല്പര്യം വരും. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് ഇന്ന് ഞാനാക്കിയത്, അല്ലെങ്കിൽ ഞങ്ങളെ ഇതുപോലെ ഈ പറയുന്ന ലോക പ്രശസ്തമാക്കിയത് അവർ രണ്ടുപേരുമാണ്. അപ്പോൾ അമ്മയും ഒരുപാട് ഇതുപോലെ തന്നെ ഒരുപാട് നമുക്കതിൽ നിന്ന് പഠിക്കാനുണ്ടായി എന്നുള്ളതാണ്, മാതൃകയായിട്ട്. ഇന്നിപ്പോൾ ഈ കഴക്കമ്പലം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ തുടങ്ങി അമേരിക്കയിൽ ഏതാണ്ട് 28,000 സ്റ്റോറുകളിൽ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് അമേരിക്കയിൽ പിറന്നു വീഴുന്ന കുട്ടികളിലെ ഒരു കുട്ടി പോലും ഈ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉടുപ്പിടാത്ത ഉണ്ടാകില്ല എന്നുള്ളതാണ്. എത്ര മലയാളികൾക്ക്, എത്ര ഇന്ത്യക്കാർക്ക് അതിന് സാധിച്ചിട്ടുണ്ടാവും. അതെ, അപ്പം അതൊരു വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം എനിക്ക് തോന്നുന്നു അന്ന് ഫാദർ ആ ബാത്റൂം ക്ലീൻ ചെയ്തിരുന്ന സമയത്ത് കണ്ട ഒരു സ്വപ്നം ഇത് തന്നെയായിരിക്കും. ലോകം അറിയപ്പെടുന്ന, ലോകത്തിലെല്ലാവരും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായിട്ട് മാറുക, ആ ബ്രാൻഡിനെ നേതൃത്വ സ്ഥാനത്ത് നിന്ന് വഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ വളർത്തിയെടുക്കുക. ശരിക്കും ഒരു ബ്രാൻഡ് തന്നെയാണ് വളർന്നത് എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു വ്യക്തി, നമുക്കെല്ലാവർക്കും ആക്കാവുന്ന എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഒരുപാട് ആളുകളുടെ റോൾ മോഡൽ കൂടിയാണ്. ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ എന്നൊക്കെ പറയും, അതുപോലെ ഒരു ചരിത്രം തന്നെയാണ് നമ്മൾ സംസാരിച്ചത്. എനിവൈസ് ഒരുപാട് സന്തോഷം സർ, കാരണം സ്വപ്നങ്ങൾ കാണുന്നു, ആ സ്വപ്നങ്ങളെ ഏറ്റവും ബെസ്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് മാത്രമല്ല, അതിനെ സെൽഫ് ഡ്രിവൺ ആക്കി മാറ്റി പുതിയ സ്വപ്നങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നൊക്കെ പറയുന്നത് ശരിക്കും സ്വപ്നതുല്യമായ കാര്യം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന അത്തരത്തിലൊരു ലൈഫ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിന്താഗതി ആഗ്രഹിക്കുന്ന ആളുകൾ കൂടിയാണ്. അപ്പം ഇനിയും ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം കാണാൻ സാധിക്കട്ടെ, അതിനെ സാധിച്ച് വളരെ വിജയത്തോടുകൂടെ വളരെ നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.